ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് HSCയുടെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ +1 വിഭാഗത്തിൽ യൂണിറ്റ് 2 യൂണിറ്റ് 2-നകത്തുള്ള ഫസ്റ്റ് ലെസൺ ആണ്. നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററായിട്ട് വരും. അതായത് ഇംഗ്ലീഷ് +1ൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്ത് 5ാമത്തെ ചാപ്റ്ററായിട്ട് വരും ഇത്. അപ്പോൾ ഈ യൂണിറ്റിലെ ഈ ലെസണിൻ്റെ പേര് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ലെസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ലെസണിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ് ഇവിടെ. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics. ഈ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് ആ കൃത്യസമയത്തുള്ള ഗാന്ധിജിയുടെ വരവായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയെ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഉള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വരവിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വാസ് ഇൻ ഗ്രേറ്റ് നീഡ് ഓഫ് സച്ച് എ ലീഡർ. ആ ഒരു സമയത്ത് ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ്. ആ ഒരു സമയത്ത് ഇരുട്ട് പരന്നു കിടക്കുകയായിരുന്നു ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഗാന്ധിജിയുടെ വരവെന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് ആഴ്ന്നിറങ്ങി വന്ന പ്രകാശകിരണം പോലെയായിരുന്നു. Nehru makes a right assessment of Gandhiji in his book Discovery of India. അതായത് ഗാന്ധിജിയെ പറ്റി ശരിക്കുള്ള ഒരു വിലയിരുത്തലാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന നെഹ്റുവിൻ്റെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റ് ആണ് ഈ ലെസൺ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്നുള്ള എടുത്തിരിക്കുന്നതാണ് ഈ ലെസൺ. അപ്പോൾ ലെസൺ നമുക്ക് തുടങ്ങാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ദെൻ ഗാന്ധി കെയിം. അങ്ങനെ ഗാന്ധിജി വന്നു. വേൾഡ് വാർ ഫസ്റ്റ് ഫൈനലി എൻഡഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമാണ്. 1ാം ലോക മഹായുദ്ധം 1914 സ്റ്റാർട്ട് ചെയ്തത്. 1914 സ്റ്റാർട്ട് ചെയ്തത്. അത് 1918 വരെ നിലനിന്നു. അപ്പോൾ 1918 ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം ആ സമയത്ത് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ബ്രിട്ടീഷ് റൂള് ശരിക്കും 1858 തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിന് മുമ്പേ തന്നെയും ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ 1947 അപ്പോൾ വേൾഡ് വാർ 1 അവസാനിച്ചു. ബട്ട് ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് എസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ് ബ്രോട്ട് എസ് റിപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ്. അപ്പോൾ 1ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ശരിക്കും സമാധാനമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായത് എന്താണ്? റിപ്രസീവ് ലെജിസ്ലേഷൻ, അതായത് അടിച്ചമർത്തലിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കുറേ നിയമങ്ങൾ ഇന്ത്യക്കാരുടെ മേലെ കൊണ്ടുവരികയായിരുന്നു. മാർഷ്യൽ ലോ, അതായത് സൈനിക നിയമം, പട്ടാളത്തെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ജനതയെ അടിച്ചമർത്തുകയും പലതരത്തിലുള്ള പീഡനങ്ങൾ തുടരുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. പ്രത്യേകിച്ച് പഞ്ചാബിൽ പീപ്പിൾ ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് വർ ആംഗ്രി. ജനങ്ങൾ അപമാനിതരായി, ജനങ്ങളുടെ ക്ഷമ നശിച്ചു, അവർ ആംഗ്രിയായി, അല്ലെങ്കിൽ അവർ കോപിഷ്ഠരായി. യെറ്റ് വാട്ട് കുഡ് വി ഡു ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? പക്ഷെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ ഒരു വിഷ്യസ് പ്രോസസ്, അല്ലെങ്കിൽ ഈ നീചമായ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഇടപെടലിനെതിരെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. We seemed to be in the grip of some powerful monster. അതായത് ഒരു ശക്തനായ ഒരു രാക്ഷസന്റെ കയ്യിൽ ഒതുങ്ങിയതുപോലെയായിരുന്നു ഇന്ത്യക്കാരുടെ അവസ്ഥ. Our minds and our limbs were paralyzed. നമ്മുടെ മനസ്സുകളും നമ്മുടെ കൈകാലുകളും മരവിച്ചതുപോലെ ആയിപ്പോയി. There were many people without any employment and there was extreme poverty. ധാരാളം ആൾക്കാർക്ക് തൊഴിലില്ലാത്ത ഒരവസ്ഥ വന്നു. പട്ടിണി കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു.
They did not know where to look for help. നിസ്സഹായരായ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു സഹായം കിട്ടുക എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. Neither the old leaders nor the new ones gave them any hope. പഴയ നേതാക്കന്മാർക്കോ പുതിയ നേതാക്കന്മാർക്കോ ഒരു പ്രതീക്ഷയും തന്നെ കൊടുക്കാൻ സാധിച്ചില്ല. The big question was how to pull India out of this bad situation. ആ ഒരു സമയത്തുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയെ ഈ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതായിരുന്നു. For many years our people have been offering their blood and toil, tears and sweat. വളരെ നീണ്ട കാലത്തോളം നമ്മുടെ ജനങ്ങൾ അവരുടെ ബ്ലഡ് ആൻഡ് ടോയിൽ, അതായത് രക്തവും അവരുടെ കഷ്ടപ്പാടും അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കാനായി. Now the body and soul of India were in bad shape. ഇന്ത്യയുടെ ശരീരവും ആത്മാവും എല്ലാം തന്നെ വളരെ മോശമായ ഒരു അവസ്ഥയിലായി തീർന്നു. Every aspect of our life was poisoned. നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും വിഷലിപ്തമായി മാറി. And then Gandhi came. ആ ഒരു അവസരത്തിലാണ് ഗാന്ധിജിയുടെ വരവ്. He was like a powerful current of fresh air. അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ, അതായത് ശുദ്ധമായിട്ടുള്ള കാറ്റിൻ്റെ ഒരു കറണ്ട് പോലെയായിരുന്നു, അല്ലെങ്കിൽ കാറ്റ് അടിക്കുന്നത് പോലെയായിരുന്നു. He was like a beam of light that pierced the darkness. അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ഒരു പ്രകാശകിരണം, അതായത് ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഒരു പ്രകാശകിരണം പോലെയായിരുന്നു. He was like a whirlwind that upset many things, especially the minds of the working class people. അദ്ദേഹത്തിൻ്റെ വരവ് പലതും തകിടം മറിക്കുന്ന ഒരു ചുഴലിക്കാറ്റിൻ്റെ വരവ് പോലെയായിരുന്നു. പ്രത്യേകിച്ച് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അടിച്ചു കയറിയ ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. He did not come from top. He emerged from the millions of India. അതായത് അദ്ദേഹം ഉയർന്ന, അതായത് വലിയൊരു തലത്തിൽ നിന്നൊന്നുമല്ല വന്നത്. അദ്ദേഹം സാധാരണ ദശലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളിൽ നിന്നാണ് അദ്ദേഹം കയറി വന്നത്. He spoke their language. അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയാണ് അദ്ദേഹം സംസാരിച്ചത്. He asked the exploiters to get off the backs of the peasants and workers. അദ്ദേഹം എക്സ്പ്ലോയിറ്റേഴ്സ്, അതായത് ചൂഷകരോട് സാധാരണ പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും, അതായത് കൃഷിക്കാരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജോലിക്കാരുടെയും ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. He asked them to remove the system that produces poverty and misery. അദ്ദേഹം എക്സ്പ്ലോയിറ്റേഴ്സിനോട് പറഞ്ഞു, ഈ ഒരു വ്യവസ്ഥ, അതായത് പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു വ്യവസ്ഥ അവസാനിപ്പിക്കാനായി അദ്ദേഹം എക്സ്പ്ലോയിറ്റേഴ്സിനോട് ആവശ്യപ്പെട്ടു. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ മീനിങ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു പുതിയ അർത്ഥതലത്തിലേക്ക് വന്നു. Many of the things Gandhi said were not accepted by all people. ഗാന്ധിജി പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. The essence of his teaching was fearlessness and truth. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്, അദ്ദേഹം പഠിപ്പിച്ചതിൻ്റെ സത്ത എന്താണെന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ്, അല്ലെങ്കിൽ ഭയമില്ലായ്മയും സത്യവും ആയിരുന്നു. He always kept the welfare of the masses in view. അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് സാധാരണക്കാരുടെ വെൽഫെയറിനായിരുന്നു, സാധാരണക്കാരുടെ ഉന്നമനത്തിനായിരുന്നു അദ്ദേഹം എപ്പോഴും പ്രാധാന്യം കൊടുത്തത്. Our great ancient books tell us that fearlessness is the greatest gift for an individual or a nation. നമ്മുടെ ഭാരതീയമായിട്ടുള്ള പുരാതന പുസ്തകങ്ങളെല്ലാം തരുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ്, അതായത് ഭയമില്ലായ്മയാണ് ഏറ്റവും വലിയ സമ്മാനം. എന്തിനു വേണ്ടിയിട്ട്? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഭയമില്ലായ്മ. ഫിയർലെസ്നെസ് ഡസ് നോട്ട് മീൻ ജസ്റ്റ് ബോഡിലി കറേജ് ബട്ട് ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. ഫിയർലെസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ഫിയർലെസ്നെസ് മാത്രമല്ല, പക്ഷെ മനസ്സിൽ നിന്ന് എല്ലാ ഭയവും മാറിക്കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. The British ruled India through putting fear into us. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അടിച്ചമർത്തിയത്
അവരിൽ ഭയം ഉണ്ടാക്കിക്കൊണ്ടാണ്, ഇന്ത്യക്കാരിൽ ഭയം എന്നുള്ള ആയുധമായിരുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. ഫിയർ ഓഫ് ദ ആർമി, അതായത് അവരുടെ പട്ടാളത്തെ കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തുക. ദ പോലീസ്, അവരുടെ പോലീസുകാരെ കൊണ്ട് ഭയപ്പെടുത്തുക. ദ സീക്രട്ട് സർവീസ്, അല്ലെങ്കിൽ രഹസ്യ ഏജൻസികൾ, രഹസ്യ സേവന ഏജൻസികൾ കൊണ്ട് ആൾക്കാരെ ഭയപ്പെടുത്തുക. പിന്നെ ഒഫീഷ്യൽ ക്ലാസ് ലോസ്, അവരുടെ നിയമങ്ങൾ, അവർ കൊണ്ടുവന്ന ഔദ്യോഗിക നിയമങ്ങൾ. പ്രിസൺ, ജയിലുകൾ. പിന്നെ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, അതായത് ഭൂ ഉടമകളുടെ ഏജൻസ്, ഇവരെല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ രീതി. മണി ലെൻഡർ, അതായത് ഇടപാടുകാരെ ഉപയോഗിച്ച് ഭയപ്പെടുത്തുക. അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, അതായത് തൊഴിലില്ലായ്മ, പട്ടിണി, ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച രീതി. ഗാന്ധി വാണ്ടഡ് ടു റിമൂവ് ദിസ് ഫിയർ, ഈ ഒരു ഭയം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ച തന്ത്രം. ഹി ടോൾഡ് ദ പീപ്പിൾ നോട്ട് ടു ബി അഫ്രെയ്ഡ്, അദ്ദേഹം ആൾക്കാരോട് ഭയപ്പെടരുത് എന്ന് ആഹ്വാനം ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഫ്രീ ദ പീപ്പിൾ ഫ്രം ഫിയർ, പക്ഷേ ആൾക്കാരെ ഭയത്തിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. However, Gandhiji was able to remove the fear from the mind of people to a great extent. എന്നാലും അദ്ദേഹത്തിന് ഒരു പരിധിവരെ ഈ ഒരു ഭയം ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിച്ചു. ഫിയർ ഈസ് എ ക്ലോസ് കമ്പാനിയൻ ഓഫ് ഫോൾസ്ഹുഡ്, അതായത് ഭയം എന്ന് പറയുന്നത് കള്ളത്തരത്തിൻ്റെ കൂടപ്പിറപ്പാണ്, അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ കൂട്ടുകാരനാണ്. അതായത് സത്യത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കള്ളത്തരം ചെയ്യുന്നവർക്കാണ് എപ്പോഴും ഭയം ഉണ്ടാകുന്നത്. ബട്ട് ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, സത്യം എപ്പോഴും ഭയമില്ലായ്മയുടെ ഒപ്പമായിരിക്കും. It is not that all the Indians became truthful overnight, but there was visible change in their behavior. ഇതിൻ്റെ അർത്ഥം ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യക്കാരെല്ലാം സത്യസന്ധരായി എന്നല്ല, പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ ഒരു ശക്തമായ ഒരു മാറ്റം കണ്ടു തുടങ്ങി. It was a psychological change and people did not need the support of falsehood anymore. ഇത് ശരിക്കും ഗാന്ധിജിയുടെ പ്രവർത്തന ഫലമായിട്ട് ജനങ്ങളിൽ ഉണ്ടായത് മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനമാണ്. ആൻഡ് പീപ്പിൾ ഡിഡ് നോട്ട് നീഡ് ദ സപ്പോർട്ട് ഓഫ് ഫോൾസ്ഹുഡ് എനിമോർ. ആൾക്കാർക്ക് കള്ളത്തരത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് തോന്നിയില്ല ഗാന്ധിജിയുടെ പ്രവർത്തന ഫലം ആയിട്ട്. There was also a psychological reaction among the people. ആൾക്കാരുടെ ഇടയിൽ ഒരു മാനസിക തലത്തിൽ ഒരു വലിയൊരു റിയാക്ഷൻ ഉണ്ടാക്കിയെടുത്തു ഗാന്ധിജി. They were ashamed. They were ruled by foreigners who degraded and humiliated them. അവർ ആദ്യമായിട്ട് ചിന്തിച്ചു തങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു നിന്ന് കയറി വന്ന ഫോറിനേഴ്സ് ആണെന്ന്. അതായത് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത്, അവരെ അപമാനിക്കുന്നത്, അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത്, അവരെ തരം താഴ്ത്തുന്നത് പുറത്തു നിന്ന് കയറി വന്ന ഒരു കൂട്ടം ഫോറിനേഴ്സ് ആണെന്ന് അവർ ആദ്യമായി മനസ്സിലാക്കി. ആൻഡ് they had a desire to free themselves from this shameful situation. അവർക്ക് ഈ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള അപമാനകരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് സ്വയം പുറത്തു വരണം എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി. whatever might be the consequences, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായാലും അവർ ഈ ഒരു അപമാനകരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. ഗാന്ധി വാസ് ഓൾവേസ് ദർ ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഈ ഒരു കാര്യത്തിൽ ഗാന്ധിജി ഒരു അൺകോംപ്രമൈസിങ് ട്രൂത്തായിട്ട്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ഒരിക്കലും കാണിക്കാത്ത സത്യമായിട്ട് അവരുടെ ഒപ്പം നിലനിന്നു. വാട്ട് ഈസ് ട്രൂത്ത്? ട്രൂത്ത് സീംസ് ടു ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തിക്കും സത്യം എന്ന് പറയുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. മൈ ട്രൂത്ത് മേ നോട്ട് ബി യുവർ ട്രൂത്ത്. എൻ്റെ സത്യം ഒരിക്കലും നിൻ്റെ സത്യമായിരിക്കില്ല. അബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബിയോണ്ട് എനി ഓഫ് us. അതായത് അനന്തമായ സത്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമാണ്. നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾക്കൊക്കെ തന്നെ അപ്പുറമാണ്. Different people take different views about truth and each person is influenced by his background. ഓരോരുത്തരും ട്രൂത്തിനെ പറ്റി വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഉള്ളവരായിരിക്കും.
ഇതിനൊക്കെ അവരുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത പശ്ചാത്തലം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഫീലിങ്സ്, അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ ചിന്തകൾ, അവരുടെ ഫീലിങ്സ്, ഇതൊക്കെ ഈ ഒരു സത്യത്തെ പറ്റി ഓരോരുത്തരുടെയും അഭിപ്രായം ഡിഫറെൻ്റ് ആക്കാനായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. We can, however, say that for an individual, truth is what he himself feels and knows to be true. ഒരു മനുഷ്യന് അയാളുടെ സത്യം എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും. I do not know of any person who holds the truth as Gandhi does. ജവഹർലാൽ നെഹ്റു പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗാന്ധിജിയെ പോലെ സത്യത്തെ അറിഞ്ഞ വേറൊരാളില്ല. Gandhi influenced millions of people in India in varying degrees. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളെ പല പല അളവുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. സം ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൽ ചില ആൾക്കാർ മുഴുവനായും മാറി. അതേഴ്സ് were affected only partly. ചിലർ പകുതിയായി മാറി, കുറച്ചൊക്കെ മാറി. Different people reacted differently and each one had his own answer about the change. ഓരോരുത്തരും ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൽ പലതരത്തിൽ അവർക്ക് പരിവർത്തനം സംഭവിച്ചു. His call for action was twofold. അദ്ദേഹത്തിൻ്റെ കോൾ ഫോർ ആക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിന് രണ്ട് ഫോൾഡായിരുന്നു അല്ലെങ്കിൽ രണ്ട് രീതിയിലായിരുന്നു. ഏതൊക്കെയായിരുന്നു? വൺ ഇൻവോൾവ്ഡ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഒരെണ്ണം എന്ന് പറയുന്നത് ഫോറിൻ റൂൾ, അതായത് ബ്രിട്ടീഷുകാരുടെ റൂളിനെതിരെ ഉള്ളതായിരുന്നു. ആ ബ്രിട്ടീഷുകാരുടെ റൂളിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുകയും റെസിസ്റ്റ് ചെയ്യുകയും അതായത് തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ തലം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദ അതർ വാസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ പലതരം സാമൂഹിക തിന്മകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഇന്ത്യയിൽ നിന്ന് അത് വിട്ടുപോയിട്ടില്ല. ഇന്നും ഇന്ത്യയിൽ പലതരം സാമൂഹിക തിന്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് വളരെയധികമായിരുന്നു സാമൂഹിക തിന്മകൾ. ദ പ്രിൻസിപ്പൽ എയിംസ് of the Congress were freedom through peaceful means, national unity, solution of minority problems, improvement of depressed classes and the ending of untouchability. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അന്ന് ഇന്ത്യയിൽ? അതായത് ഫ്രീഡം ത്രൂ പീസ്ഫുൾ മീൻസ്, സമാധാനപരമായ രീതിയിൽ ഫ്രീഡം കൊണ്ടുവരിക, സ്വാതന്ത്ര്യം കൊണ്ടുവരിക. നാഷണൽ യൂണിറ്റി കൊണ്ടുവരിക, അതായത് ദേശീയ ഐക്യം കൊണ്ടുവരിക. സൊല്യൂഷൻ ഫോർ മൈനോറിറ്റി പ്രോബ്ലംസ്, അതായത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ്, അതായത് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ഇംപ്രൂവ് ചെയ്യുക, അവരെ പുരോഗമനത്തിലേക്ക് നയിക്കുക. ആൻഡ് ദ എൻഡിങ് ഓഫ് അൺടച്ചബിലിറ്റി, അതായത് അന്ന് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ, അതിനെ അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. താങ്ക് യു.